ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും EasyBay അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന പോലെ തന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിലേക്കുള്ള രണ്ടാമത്തെ ഫേസിലേക്കുള്ള ഹാൾ ടിക്കറ്റ് ഇതാ വന്നിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയം കൂടിയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന മെയ് 2-ാം തീയതിയാണ് അതിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞത്. അപ്പോൾ മെയ് 16-ാം തീയതി നടക്കാൻ വേണ്ടി പോകുന്ന എക്സാമിനേഷൻ, അതായത് മെയ് 16 നടക്കാൻ വേണ്ടി പോകുന്ന എക്സാമിനേഷൻ്റെ ഹാൾ ടിക്കറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ PSCയുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഹാൾ ടിക്കറ്റ് വന്നിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ ഫേസിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ഫേസിൽ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഹാൾ ടിക്കറ്റ് എന്ത് ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ പറയുന്ന രീതിയിൽ പ്രൊഫൈൽ ഒന്ന് ലോഗിൻ ചെയ്തതിനു ശേഷം ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ ഫേസിൽ, അതായത് ഈ പറയുന്ന ജൂൺ 6 നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷയിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വരിക. ഓക്കെ, അപ്പോൾ ഇനി ഈ പറയുന്ന രീതിയിൽ ഹാൾ ടിക്കറ്റ് വന്നവരോടാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത്. നിങ്ങളുടെ മുന്നിലുള്ളത് ഏകദേശം ഒരു 10-11 ദിവസങ്ങൾ അടുപ്പിച്ച് മാത്രമായിരിക്കും, 10-11 ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എന്ത് ചെയ്യുന്നത് ഉള്ളതെന്നുള്ളതാണ്. അപ്പം ഇനി പുതുതായിട്ട് പറയുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരമായിട്ട് ഈ പറയുന്ന ചോദ്യപേപ്പർ എടുത്ത് നോക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ അടുത്തിടെ കഴിഞ്ഞ മെയ് 2-ാം തീയതി കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് അനലൈസ് ചെയ്തവർക്ക് മനസ്സിലാവും. ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഒരു ഒരു മിഡ്, അതേപോലെ ഒരു ഹാർഡ്, ആ ഒരു റേഞ്ചിന് ഇടയ്ക്ക് നിന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എന്നു പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ആർക്കും ഈ പറയുന്ന രീതിയിൽ അങ്ങോട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു എക്സാമിനേഷൻ ആയിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെയല്ല. പ്രധാനമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നെഗറ്റീവ് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. അറിയാവുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്ത് പോവുക. ഒരുപാട് ഈ പറയുന്ന ടൈം കൺസ്യൂമിങ് ആയ ചോദ്യങ്ങൾ പ്രധാനമായിട്ട് അവർ ഇടും. ഓക്കെ, അപ്പം പ്രധാനമായിട്ട് പ്രിലിംസ് എന്ന് പറയുന്നത് എല്ലാവരെയും അങ്ങോട്ട് എടുത്ത് കളയുക എന്നുള്ളത് മാത്രമല്ല. അവർ ഈ പറയുന്ന രീതിയിൽ ഈ എക്സാമിനേഷൻ എഴുതാൻ വരുന്ന എല്ലാവരും ഈ പറയുന്ന രീതിയിൽ എടുത്ത് കളയുക എന്നുള്ളതല്ല അവർ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രിലിംസ് നടത്തുക എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു എല്ലാവരും പഠിക്കാറുണ്ട്. ഈ പറയുന്ന പഠിക്കുന്നതിൽ ഒരു ആവറേജിൽ താഴെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ എടുത്ത് മാറ്റിക്കൊണ്ട് ഇച്ചിരിയും കൂടെ എന്ത് ചെയ്യുക, ടൈറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് അവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യാനുള്ള മാക്സിമം ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തൊന്ന് അനലൈസ് ചെയ്യുക. ഒരുപാട് ലോജിക്കലി ഉത്തരം എഴുതാണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ടൈം കൺസ്യൂം ചെയ്യുന്ന ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം കൺസ്യൂം ചെയ്യുന്ന നമ്മളിട്ട് കറക്കുന്ന ചോദ്യങ്ങളകത്ത് തന്നെ ഒരുപാട് സ്റ്റിക്ക് ചെയ്തിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യങ്ങളിൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ പെട്ടെന്ന് ചെയ്തു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കണക്കൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം ഈ പറയുന്ന 10-15 ചോദ്യങ്ങൾ അടുപ്പിച്ച് എന്ത് ചെയ്യാം, നമുക്ക് അത് അവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ഒരു 5-6 ചോദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇംഗ്ലീഷിനകത്ത് നിന്ന് കിട്ടും. അതേപോലെ 5-6 ചോദ്യം എല്ലാം കിട്ടും ഞാൻ പറയുന്നില്ല, മലയാളം ഇച്ചിരി കട്ടിയായിരുന്നു. അപ്പോൾ ഈ പറയുന്ന മലയാളത്തിൽ നിന്ന് ഒരു 4-5 ചോദ്യങ്ങൾ അടുപ്പിച്ച് എന്ത് ചെയ്യുക അവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നോക്കിയാൽ തന്നെ ഏകദേശം ഒരു 10-20-22 ചോദ്യം അടുപ്പിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കിട്ടും. പിന്നെ ഒരു 10-30 മാർക്കിന് അടുപ്പിച്ചുള്ള മാർക്കിനുള്ള സാധനങ്ങൾ നമുക്ക് ഈ പറയുന്ന GKയുടെ ആ പോർഷൻസ് നിങ്ങൾക്ക് എന്ത് ലഭ്യമാകും. ബാക്കി വരുന്ന ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഈ പറയുന്ന രീതിയിൽ അവർ എന്ത് ചെയ്തിട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം ഈ പറയുന്ന ടൈം കൺസ്യൂമിങ് ആക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ അറിയാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് നിങ്ങളിട്ട് കറക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ വെറുതെ കൊണ്ടുപോയി എഴുതിയിട്ട് നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അതേപോലെ തന്നെ കൂടിയിരിക്കുന്നവർ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്നത് ഒരുപാട് ചെയ്യുന്നത് കണ്ടിട്ട് ഇപ്പോൾ OMRനകത്ത് ഇപ്പോൾ 100 എന്ത് ചെയ്യും, ചിലപ്പോൾ കറുപ്പിച്ച് വെച്ചിരിക്കും. അത് കണ്ടതിന് ശേഷം ടെൻഷൻ അടിച്ചതിന് ശേഷം നിങ്ങളും പോയിട്ട് അറിയാൻ വയ്യാത്ത കറുപ്പിച്ച് നെഗറ്റീവ് വെക്കരുത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ചിലപ്പോൾ അവർ വെറുതെ കുറെ കോളം കിടക്കുന്നതുകൊണ്ട് ചെന്ന് കറുപ്പിക്കുന്നവർ കാണും കൂടിയിരിക്കുന്നവർ. ഓക്കെ, അപ്പോൾ അത് കണ്ടുകൊണ്ട് പോയി കറുപ്പിക്കുകയും ചെയ്യരുത്. അറിയാവുന്ന ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക, ലോജിക്കലി ഉത്തരം എഴുതാണ്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് വളരെ കൂളായിട്ട് എക്സാമിനേഷൻ എഴുതിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് പെട്ടെന്ന് കിട്ടുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് എന്ത് ചെയ്യുക, വെച്ചിട്ട് മാറ്റി നിർത്തുക. അറിയാവുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ആദ്യം എഴുതി വന്നതിന് ശേഷം ഒന്ന് മറിച്ച് നോക്കുക. അതിനുശേഷം പെട്ടെന്ന് അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതി വന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോവുക. അപ്പം ഇപ്പോൾ വന്നിരിക്കുന്നത് മെയ് 16 എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നവർ ഹാൾ ടിക്കറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മനസ്സിൽ കരുതുക. അതേപോലെ തന്നെ മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഹാൾ ടിക്കറ്റ് അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളോട് എന്ത് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇപ്പോൾ സെറ്റാണല്ലോ. പരീക്ഷയ്ക്ക് പോകാൻ എല്ലാവരും തയ്യാറെടുത്തിരിക്കുന്നവരാണെന്ന് അറിയാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ടെൻഷൻ ഒന്നും കൂടാതെ തന്നെ ഈ പറയുന്ന പരീക്ഷയ്ക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം ഈ പറയുന്ന ഹാർഡ് വർക്ക് ഒക്കെ ഇട്ട് അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് പരമാവധി ചെയ്ത് എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യകതയില്ല. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ പറയുന്ന 100 കിട്ടുക എന്നുള്ളതല്ല നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രിലിംസ് ഒന്ന് ക്ലിയർ ചെയ്ത് കിട്ടുക എന്നുള്ളത് മാത്രമാണ്, അല്ലേ? അപ്പോൾ നമുക്ക് മെയിൻസിലേക്ക് ഒന്ന് ചെന്ന് എത്തുക എന്നുള്ളത് മാത്രം ഒരു വഴി മാത്രമാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എന്ത് ചെന്ന് എത്തുക, നെഗറ്റീവ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഹാൾ ടിക്കറ്റ് വരാത്തവരാണെങ്കിൽ അവർ എന്ത് ചെയ്യാൻ പറ്റും, ഇനി വരാൻ വേണ്ടി പോകുന്ന എക്സാമിനേഷനകത്തായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. അപ്പോൾ ഹാൾ ടിക്കറ്റ് വന്നവർ എന്ത് ചെയ്യുക, ഒന്ന് കയറി ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു, ബൈ.